ഇന്നലെ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയിട്ടുള്ളതിൻ്റെയാണ് കേട്ടോ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മുടെ അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. വൈകുന്നേരം ഇന്നൊരു പ്രത്യേകം കാര്യം സാധിക്കാനല്ല, അമ്പലത്തിൽ നിന്ന് കൈപ്പറ്റേണ്ടതായിട്ടുള്ളതുണ്ട്. അത് പിന്നീട് അവിടെ സമർപ്പിക്കാനുള്ളതും കൂടിയാണ്. അപ്പം അതിനായിട്ടുള്ളൊരു യാത്രയിലാണ് കേട്ടോ. അപ്പം ഇനി അമ്പലം കാണാം കേട്ടോ. അതെ, അമ്പലത്തേക്ക് പോകുമ്പോൾ നടന്നു പോകേണ്ടതായിട്ടില്ല, വണ്ടി അമ്പലം വരെ പോവും. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ നടന്ന് പയ്യെ പയ്യെ പോകാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, പാടത്തിൻ്റെ ഭംഗി. ഏതിനെ റോഡാണ്. ഇതാണ് നമ്മളെ പാലക്കാടിൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത് അമ്പലത്തിലേക്ക്. ഒരു ഉപ്പ എന്നോട് പറയുന്നത്, കുറേ അങ്ങോട്ട് പോയിട്ട് അനങ്ങമലയൊന്ന് കാണിച്ചു കൊടുക്ക്, പാലക്കാട് ജില്ലയിൽ മൊത്തമായിട്ട് കാണട്ടെ എന്ന്. കാരണം നമ്മളിവിടെ പുതിയ താമസക്കാരാണെന്നുള്ളത് അവർക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് അവർ. ഈ റോഡിൻ്റെ, അമ്പലത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ 2 സൈഡും പാടവും, ഇതൊക്കെ നെൽകൃഷി നടത്തുന്ന പാടങ്ങളാണ്. ഇതിന് കുറുകെ ഒരു റോഡുമാണ് ഉള്ളത്. അമ്പലത്തിൽ നിന്ന് നല്ല ഭക്തിഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇതോ ഈ കാണുന്നതാണ് കേട്ടോ ശിവക്ഷേത്രം. പോകുന്ന വഴിക്ക് ഒരു മയിലിനെയും കൂടെ കണ്ടു. അപ്പം അതിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനുള്ള അനുമതി ഇല്ലല്ലോ. നമ്മൾ ദൈവത്തെ കൂടെ മാനിക്കണ്ടേ. അപ്പോൾ അതുകൂടെ പരിഗണിച്ചാണ് ഞാനിവിടെ വീഡിയോസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ കാണുന്നത് സർപ്പക്കാവാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തൊട്ടടുത്തായിട്ട് നമ്മുടെ അമ്പലക്കുളമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലീച്ചിങ് പൗഡർ വിതറിയിരിക്കാൻ വഴുക്കലുള്ളത് കാരണം നല്ല മഴയല്ലായിരുന്നു. ഇവിടെ അമ്പലത്തിൻ്റെ പണി നടക്കുകയാണ്, അയ്യപ്പ ക്ഷേത്രവും കൂടെ പണി നടക്കുകയാണ്. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ.